ചാരുമൂട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി CPIM-ന്റെ ശ്രീ ബിനു നമ്മോടൊപ്പമുണ്ട്. ശ്രീ ബിനു, ഈ ചാരുമൂട് ഏരിയ കമ്മിറ്റിക്ക് കീഴിലാണോ ഈ താമരക്കുളം എന്ന ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്നത്? മാത്രമല്ല, ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, SDPI അംഗത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെത്തിക്കാൻ 7 കോൺഗ്രസ് അംഗങ്ങളും, അതായത് 7 അംഗങ്ങളാണ് അവിടെ ഉള്ളത്, ആ 7 കോൺഗ്രസ് അംഗങ്ങളും വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആകെ ഉണ്ടായ കോൺഗ്രസ് SDPI ബന്ധത്തിൻ്റെ അനുരണനമാണത് അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് കാണാനും പറയാനും ഉള്ളത് ബിനു? താമരക്കുളത്ത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില വാർഡുകളിൽ UDF-നെ സഹായിക്കാൻ SDPI നന്നായി ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ പ്രത്യുപകാരമായിട്ടാണ് അവരുടെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് മത്സരിച്ച വാർഡിൽ SDPI കോൺഗ്രസ് വിജയിപ്പിച്ചത്. അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന അംഗത്വം അയാൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് SDPI അംഗത്തിന് വാഗ്ദാനം ചെയ്യുകയും 7 കോൺഗ്രസ് അംഗങ്ങളും ഈ SDPI അംഗത്തിന് വോട്ട് നൽകി. അതിന് പ്രത്യുപകാരമായിട്ട് വികസനകാര്യം, ക്ഷേമകാര്യം ഈ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും UDF-ന്റെ മുഴുവൻ ആളുകൾക്കും SDPI അങ്ങ് വോട്ട് ചെയ്തു. പഞ്ചായത്തിന്റെ നില 7-7, LDF-ന് 7, UDF-ന് 7 എന്നതാണ്. BJP-ക്ക് 3 അല്ലേ? സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിടിക്കുന്നതിന് വേണ്ടി ഈ ഒരു വോട്ട് അധികമായി അവർക്ക് ലഭിക്കുന്നതിന് SDPI ധാരണ, ആ പരസ്യമായ ധാരണ, രഹസ്യമായ ധാരണ ഇപ്പോൾ മറന്നീക്കും പരസ്യമാക്കുന്നതെന്നാണ് കാണേണ്ടതായിട്ടുള്ളത്. തീർച്ചയായും ബിനു, ഞാനൊരു സംശയം ചോദിക്കുന്നു. ഇപ്പോൾ 7-7 ആണല്ലോ ഉള്ളത് LDF-നും UDF-നും. അപ്പോൾ 3 BJP ഉണ്ട്, 1 SDPI ആണ്. അപ്പോൾ ഈ SDPI അംഗത്തെ കൃത്യമായി ഇവിടേക്ക് കൊണ്ടുവരാൻ 7 കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരാളുടെ പിന്തുണയുടെ കുറവ് ഒരുപക്ഷെ ഇവരുടെ ചെയർമാൻ സ്ഥാനം നഷ്ടമാക്കും എന്നതാണ് ഇതിലേക്ക് നയിക്കപ്പെട്ടത്. അങ്ങനെ സ്വാഭാവികമായി ഇതിനെ കാണാനാകുമോ? ചെയർമാൻ സ്ഥാനം അതായത് ഈ UDF-ന് ഒരു വോട്ട് അധികം വേണമല്ലോ, BJP എന്തായാലും സഹകരിക്കില്ല, മാറി നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ SDPI-യുടെ വോട്ട് ഒരു വോട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ കമ്മിറ്റിയുടെ ചെയർമാനായി എത്താനാകൂ എന്ന UDF-ന്റെ സ്വാഭാവികമായ ഒരു നീക്കുപോക്ക് എന്ന അർത്ഥത്തിൽ ഇതിനെ കാണാനാകുമോ? അതോ ഇതിന്റെ അപ്പുറത്തേക്ക് ചില അടിയൊഴുക്കുകളുണ്ട്? സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭൂരിപക്ഷം പിടിക്കാനാണ് വരാൻ പോകുന്നതേ ഉള്ളൂ. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങളുടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ ചെയർമാൻ തെരഞ്ഞെടുപ്പ് വരാൻ പറ്റും. ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഭൂരിപക്ഷം ഉണ്ടാവണം. ആ ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് SDPI-യുടെ വോട്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ അത്തരത്തിൽ ഒരു ഭൂരിപക്ഷം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉണ്ടായ ധാരണയാണ്. അങ്ങനെ സ്വാഭാവികമായ ഒന്നാണോ ഇത്? അതോ ഇത് അടിത്തട്ടിൽ വലിയ രീതിയിൽ കൃത്യമായ അന്തർധാരയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു ഐക്യമാണോ? ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അന്തർധാര തന്നെയാണ്. അതിന്റെ തുടർച്ചയാണ് പരസ്യമായി ഇതിനകത്ത് SDPI കോൺഗ്രസ്, പക്ഷെ SDPI-ക്ക് കോൺഗ്രസ് വോട്ട് ചെയ്തിരിക്കുന്നു എന്നതാണ്. അതാണ് SDPI-ക്ക് കോൺഗ്രസ് വോട്ട് ചെയ്തിരിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതെങ്കിലും ഒരു അംഗമല്ല, മറ്റത്തൂർ മാതൃകയാണ്. അതെ, മറ്റത്തൂർ മാതൃകയാണ്. മുഴുവൻ പേരും 7 പേരും 7 പേര് വോട്ട് ചെയ്തിരിക്കുന്നു കോൺഗ്രസ് അങ്ങോട്ട് SDPI അംഗത്തിന്. അങ്ങനെയാണ് SDPI അംഗം ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് എത്തുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായി മാറുന്നത്. ഇത് കേരളത്തിലാകമാനം താങ്കൾ ബിനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റത്തൂരിൽ മറ്റൊരു വർഗീയ കക്ഷിയുമായി കൈകോർക്കുന്നു, ഇവിടെ ഈ വർഗീയ കക്ഷിയുമായി കൈകോർക്കുന്നു. ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ LDF-നെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായും കൂട്ടുപിടിക്കും, എന്തൊക്കെ സാമൂഹിക ഘടകങ്ങൾ ഉപയോഗിക്കുമെന്ന് VD സതീശൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത് സംസ്ഥാന തലത്തിൽ നടന്നതാണ്, അല്ലാതെ ഇത് താമരക്കുളത്ത് മാത്രം ഒരു പ്രത്യേകതയല്ല. ഒരിക്കലുമല്ല, താമരക്കുളത്ത് മാത്രമുള്ള മാതൃകയല്ല. അതിനവർ BJP-യുമായി ചേരാൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പുറത്തു വന്നിരിക്കുന്ന ചില വസ്തുക്കൾ പരിശോധന പരിധിയിലുള്ള വള്ളികുന്നം പഞ്ചായത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് കോൺഗ്രസ് അംഗം നോമിനേഷൻ കൊടുക്കുന്നു വനിതാ അംഗത്തിന്റെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാരും ആ വനിതാ അംഗത്തിന് വോട്ട് ചെയ്യുന്നില്ല, ചെയ്യാതെ BJP വിജയിപ്പിച്ചിരിക്കുന്നു. അത് വള്ളികുന്ന് പഞ്ചായത്തിലാണോ? തെരഞ്ഞെടുപ്പ് മാത്രമാണ് വള്ളികുന്നിൽ. അവിടെ ഏത് രീതിയിലാണ് സഹകരിച്ചത്? BJP-യുമായിട്ടാണ് സഹകരണം അല്ലേ? BJP-യുടെ സഹകരണം, കോൺഗ്രസ്. കാരണം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് അടക്കമുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് അടക്കമുള്ള തെരഞ്ഞെടുപ്പിൽ LDF-നെ പരാജയപ്പെടുത്താൻ വേണ്ടി BJP-യെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ വനിതാംഗമായിട്ട് കൊണ്ടുവരുന്നു. ഇത്തരം കാര്യങ്ങളാണ് വളരെ ആലോചിച്ച്
താഴെത്തട്ട് വർഗീയ ശക്തികളെ മാറി മാറി ഓരോരുത്തർക്കും തരാതരം പോലെ ഉപയോഗിക്കുന്ന സമീപനമാണ് പൊതുവിൽ സ്വീകരിക്കുന്നത്. നിങ്ങൾ ഈ താമരക്കുളത്ത് നടക്കുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ എന്തൊക്കെ രീതിയിലുള്ള പ്രതിഷേധമാണ് നിങ്ങൾ? ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നിട്ടിറങ്ങാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജനങ്ങളെ ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്ന UDFന്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാനതല ഗൂഢാലോചനയുടെ ഏറ്റവും മിനിയേച്ചറായ പതിപ്പാണ് താമരക്കുളം. അത് മറ്റത്തൂർ മോഡൽ തന്നെയാണ്. അത് തീവ്രവാദ സംഘടനയായ SDPI ആയിട്ട് കൂട്ടുചേരാൻ പോലും കോൺഗ്രസിന് CPM-നെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു മടിയുമില്ല എന്നതിന്റെ സൂചന കൂടിയാണ്. ഇത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ നേരിയ മേൽക്കൈ ഈ വിധത്തിലാണ് കിട്ടിയതെന്നും ഇതൊക്കെ മനസ്സിലാക്കാതെ മറച്ചു വെച്ചുകൊണ്ട് ചില മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ട്രയലാണിത് എന്നൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ ഈ മറ്റത്തൂര് പോലെ ഒന്നായി താമരക്കുളം നിങ്ങൾ എടുത്തു കാട്ടും അല്ലേ? തീർച്ചയായും എടുത്തു കാട്ടും. ശരി ബിനു.